ഇന്നലെ വരെ നീ എന്ത് ധരിച്ചിരുന്നു, എങ്ങനെ നടന്നിരുന്നു എന്നതൊരു പ്രശ്നമല്ല. ഇന്ന് നീ അഡ്വക്കേറ്റ് വിശ്വനാഥന്റെ ഭാര്യയാണ്. ഇനി എന്റെ അന്തസ്സിനൊത്ത് വേണം നീ ജീവിക്കാൻ, പ്രത്യേകിച്ച് വേഷത്തിലും ഭാവത്തിലും. ഇത് രാത്രി ഉറങ്ങുമ്പോൾ ധരിക്കാനുള്ളതാണ്. നല്ല ചേർച്ചയുണ്ട്. ആദ്യമായിട്ടാണ്. ബാലേന്ദ്രനോ? എവിടെ ആയിരുന്നു ഇതുവരെ? അമ്മയെ സ്റ്റേഷൻ വിട്ടുന്നപ്പോ ലേറ്റ് ആയി. ഓഹോ. അമീത് മൈ വൈഫ് പ്രമീള. ഇത് അഡ്വക്കേറ്റ് ബാലേന്ദ്രൻ, എന്റെ ജൂനിയർ. മൈ റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് ബോത്ത് ഹാൻഡ്. മിസ്സസ് എവിടെ? ഇവിടെ നിപ്പുണ്ടായിരുന്നോ? പ്രത്യേകം പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. വേണ്ട. ആ ബാലേട്ടാ, ഡോക്ടറും ഭാര്യയും വന്നിരുന്നു, കണ്ടോ? ഇല്ല. അയ്യോ, റാണി കൊടുത്ത സാരി എന്ത് നന്നായിരുന്നു. എനിക്കും ആ കളറിൽ ഒരെണ്ണം വാങ്ങണം. ബാലേട്ടാ, എങ്ങനെയുണ്ട് സാറിന്റെ ഭാര്യ? ഇഷ്ടപ്പെട്ടോ? അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടായിരിക്കുമല്ലോ കല്യാണം കഴിച്ചത്. ബാലേട്ടന് ഇഷ്ടപ്പെട്ടോന്നാ ചോദ്യം. എനിക്കിഷ്ടപ്പെട്ടു. ഐശ്വര്യമുള്ള മുഖം, കണ്ടിട്ട് പാവാണെന്നാ തോന്നുന്നത്. അങ്ങേരുടെ മൂച്ചേട്ടത്തരവുമായി എങ്ങനെ ഒത്തുപോകുമെന്നാ? അത് അവരുടെ കാര്യം, അവരെ നോക്കിക്കോളും. താൻ പോയി കിടക്കാൻ നോക്കും. ഓ ആശാനെ, ചൂടാവാതപ്പാ. ഹലോ, ആരാ? പ്രമീളയോ? നീ ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? എന്റെ വീട്ടിൽ നിന്ന്. ഓഹോ, അഡ്വക്കേറ്റ് വിശ്വനാഥനോ? അമ്പടി കേമി, നീ എന്നെ പോലെ അറിയിക്കാതെ. അതിരിക്കട്ടെ, ആളെങ്ങനെയുണ്ട്? ഞാനിഷ്ടങ്ങളൊക്കെ. അപ്പോഴേ ഇനിയൊരു ഹണിമൂണിനൊക്കെ പോവണ്ടേ? നിങ്ങൾ രണ്ടുപേരും കൂടെ വരുന്നുണ്ടോ? വൈകിട്ടോ? വരൂ. ഓടി അവിടുന്ന്. അത് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ പറയാം. വരാതിരിക്കരുത് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. വെക്കിക്കടി. ഹേമാവതി, ബാങ്കിൽ എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന പെണ്ണ്. എന്താ ജോലി? ക്ലർക്കാണ്. ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു. അവളും ഭർത്താവും വൈകിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത്തരം കൂട്ടുകെട്ടുകളൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്റെ സ്റ്റാറ്റസിൽ നിൽക്കാത്ത ബന്ധങ്ങൾ ഉപേക്ഷിക്കണം.
ആ ബാലേന്ദ്രനോ? വരൂ. ഇനി അമ്മണിക്ക് ഇങ്ങോട്ട് വരാൻ ഒരു കാരണമായി. പ്രമീള അകത്തുണ്ട്, ചെല്ലു. ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാനിരിക്കായിരുന്നു. എന്താ സാർ? ചേച്ചി ആ കേസ് നമുക്കൊരു ചലഞ്ചാണ്. ബാലേന്ദ്രന്റെ റിപ്പോർട്ടിൽ ഞാൻ ചില നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്, നോക്കണം. നീ അമ്മണി അറിയില്ലേ? മുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. വരൂ. ഞങ്ങൾ വന്നത് രണ്ടുപേരെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ്, ഞായറാഴ്ച ലഞ്ചിന്. ഓഹോ, വിരുന്ന് സൽക്കാരം. ഈയിടെ ദിവസവും അതൊരു പരിപാടിയായിരിക്കാണ്. ആയിക്കോട്ടെ, കമോൺ ലെറ്റ് us have a drink. എക്സ്ക്യൂസ് മീ സർ, ഞങ്ങളൊരു സിനിമയ്ക്ക് നമ്മളിരുന്നാ സംസാരിച്ചിരുന്നു പോകും, ലേറ്റ് ആവും. ഓക്കെ, ഗോ അഹെഡ്. നല്ല സാരി എവിടുന്ന് വാങ്ങിയതാ? അറിഞ്ഞൂടാ, അദ്ദേഹം കൊണ്ടുവന്നതാ. അത് ശരി. ചേച്ചി പുറത്തെങ്ങാനും പോകുന്നുണ്ടോ? വീട്ടിലിരിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ വേണമെന്നാ. അത് കൊള്ളാമല്ലോ. ചേച്ചി വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അമ്മണി, മിസ്സസ് ഉഷാനെ ക്ഷണിച്ചില്ലേ? പിന്നെ ഞാൻ പറഞ്ഞു. 6:30 മുഴുവൻ സിനിമയും കാണുന്ന വേമ്പ. ചേച്ചി വരുന്ന ഒരു സിനിമയ്ക്ക്? ഇല്ല. അപ്പൊ ഞങ്ങൾ ചെല്ലട്ടെ. ഞായറാഴ്ച മറക്കരുതേ. വരട്ടെ ചേച്ചി. അമ്മണി ക്ഷണിക്കാൻ വന്നതാ. ആ വന്നു. ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പോകാമോ പോകാൻ പാടില്ല എന്നൊന്നും. എന്ത്? അല്ല, നേരത്തെ ഹേമ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോ. അതുപോലെയാണോ ബാലേന്ദ്രനും ഭാര്യയും? വലിയ ആഘോഷമായിട്ടാ ഞങ്ങളുടെ കല്യാണം നടന്നത്. മകളുടെ അനന്തരവന്റെയും കല്യാണമല്ലേ. അച്ഛൻ കേമമാക്കി. ചേച്ചി കഴിക്ക്, ഞാനിതൊന്നുകൊണ്ട് കൊടുത്തിട്ട് വരാം. ഗുഡ്. ഊണഴിക്കാറാകുമ്പോ പറയണേ. ധൃതയില്ല, കുറെ കഴിഞ്ഞു മതി. പ്രമീള എന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ വെഡിങ് ആൽബം നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി അല്ലേ? അതെ. എന്റെ ആദ്യത്തെ വിവാഹം 15 വർഷം മുൻപായിരുന്നു. വിവാഹ ജീവിതത്തിൽ എനിക്കുള്ള ആവേശം വിലാസിന് മരിച്ചതോടെ തീർന്നു. ആരുടെ കുറ്റം കൊണ്ടെന്നറിയില്ല, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായില്ല. പിന്നെ ഒരുതരം വിരക്തിയായിരുന്നു. ഞാൻ എന്റെ ശ്രദ്ധ മുഴുവൻ എന്റെ പ്രൊഫഷനിലേക്ക് തിരിച്ചു. അങ്ങനെ ഈ നിലയിലെത്തി. ഇപ്പോൾ ജീവിക്കാൻ ഒരു ഭാര്യ കൂടെ വേണമെന്ന് തോന്നി അല്ലേ? ആ അർത്ഥത്തിലല്ല. സൊസൈറ്റിയിൽ എനിക്കൊരു അപൂർണത തോന്നി തുടങ്ങി, ഒരു അപകർഷതാബോധം. ക്ലബിലോ പാർട്ടിക്കോ എവിടെയെങ്കിലും പോയാൽ ഞാൻ ഒറ്റയ്ക്ക്. വീട്ടിലാരെങ്കിലും വന്നാൽ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അതൊന്ന് മാറ്റിയെടുക്കാനായിരുന്നു ഈ വിവാഹം. ആ ഗ്ലാസ് ഫിനിഷ് ചെയ്തില്ലല്ലോ. സൗകര്യം കിട്ടുമ്പോഴൊക്കെ അമ്മണി ഒന്നങ്ങോട്ട് വരണം. എനിക്കവിടെ ഒരു കൂട്ടില്ല. വിശ്വനാഥ സാറല്ലേ? ആ ആ വക്കീൽമാരുടെ ഭാര്യമാരായാൽ ഇതാ സ്ഥിതി. പകല് മുഴുവൻ കോടതിയിൽ, വൈകിട്ട് വന്നാൽ കക്ഷികളും കടലാസ് നോക്കലും. അമ്മണി, ആ ഊണെടുത്ത് വയ്ക്കും. ചേച്ചി ഇരിക്കൂ.
Hey Vishwam, you had done an excellent job that day in court. Indian Express report വായിച്ചില്ലേ? വായിച്ചു. ഇറ്റ് ഇസ് ഓൾ ബിക്കോസ് ഓഫ് മൈ ലോർഡ്ഷിപ്പ്. ഞാൻ വിട്ടു. മിസ്സസ് മാത്യു, ബാങ്കോക്കിലെ ലൈവ് ഷോസ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തോന്ന് ലൈവ് ഷോ? ഈ തുണിയില്ലാത്ത കളി എത്ര നേരം കണ്ടോണ്ടിരിക്കുന്നത്? മിസ്സസ് വിശ്വനാഥനോ? ആ ശോശാമേ, നിന്റെ നാളത്തെ ഡിന്നറിന് എന്താണ് പുഡിംഗ്? ഇപ്പോഴേ റോബസ്റ്റ. അതെന്ത് കൊണ്ടാണ്? ബനാന. മനസ്സിലായില്ല. You see that long fruit like a plantain. Oh, what you call it in Malayalam? ഏത്തക്ക. Yes, ഏത്തക്ക. ഇത് ബ്ലൂ ജാഗർ ആണോ? എനിക്കറിഞ്ഞൂടാ. This is not blue jagger. നിങ്ങൾ ഹണിമൂണിന് സ്വിറ്റ്സർലാൻഡിൽ പോവാണോ? ഞങ്ങൾ കൊള്ളാം. വിശ്വനാഥൻ എന്തോന്ന് ഹണിമൂണ്? അതൊക്കെ വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലേ? സുഖമാണ്. അതെ. ഇങ്ങനെ കണ്ടുമുട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ എങ്ങനെ കണ്ടുമുട്ടുമെന്നാ ബാലേന്ദ്രൻ പ്രതീക്ഷിച്ചത്? പ്രമീള എവിടെ? അങ്ങോട്ട് പോകുന്നുണ്ട്. എത്തിനെ എവിടെ നിൽക്കുന്നേ? അവിടെ ഇരുന്ന് മടുത്തു. അവരോട് സംസാരിച്ചിരുന്നൂടെ? അവരോട് സംസാരിക്കാൻ എനിക്കറിഞ്ഞൂടാ. അറിയണം. സാറേ, എന്താ ഇത്? ഇന്ന് ക്ലബിൽ പ്രമീളയും വന്നിരുന്നു. ആര്? മിസ്സസ് വിശ്വനാഥൻ. അതെയോ? ആ പാവത്തിനെ സൊസൈറ്റിയിലെ അടികളെല്ലാം കൂടെ കുത്തിപ്പറിച്ച് കാണുമല്ലോ. എന്തോ ഒഴിഞ്ഞുമാറി നിൽക്കുന്ന കണ്ടു. സാറിന് ഇഷ്ടപ്പെട്ടില്ല. അവിടെ വെച്ച് തന്നെ വഴക്ക് പറയുന്നത്. ഈ സാറെന്തിനാ അതൊക്കെ കേൾക്കാൻ പോയത്? എപ്പോ നോക്കിയാലും അവരുടെ മുഖത്തൊരു ദുഃഖഭാവമാണ്. എനിക്കെന്തോ അവരോട് സഹതാപം തോന്നുന്നു. ശരിയാ, എനിക്കും തോന്നിയിട്ടുണ്ട്. അമ്മണി, നീ ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് പോകണം. സംസാരിക്കുന്ന ഒരാളെ കിട്ടുന്നത് അവർക്കൊരു ആശ്വാസമായിരിക്കുമല്ലോ.